UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടാം UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആ സ്കീം തുടങ്ങുന്നത്. സാർ അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം സാർ. സാർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദാറ്റ് no change may be done in the basic criteria of Asha being a woman volunteer. നിലപാട് എന്താണ് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ? സാർ എന്താ കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് കോൺഗ്രസിന്റെ SUCയുടെ നിലപാടാണോ സാർ IUCക്കുള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ? 2014 വരെ ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ? ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം, സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാർ? അതിനു വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നോ സാർ? നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ, വളരെ ആദരവോടുകൂടി കാണുന്നത്, അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നത്. സാർ, ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം. ഞാൻ SMD സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം. അദ്ദേഹം 14-ാം തീയതി SPM സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ. അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം. ശരി, മന്ത്രിയെ അതിനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. 15